വാർത്തകളിലേക്ക് വിശദമായി. ബീഹാറിൽ മഹാസഖ്യം ഉപേക്ഷിച്ച് നിതീഷ് കുമാർ BJP പാളയത്തിൽ വൈകിട്ട് 5 മണിക്ക് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. BJP JDU HAM സഖ്യ സർക്കാർ ഇന്ന് അധികാരമേൽക്കും. അതേസമയം ബീഹാർ കോൺഗ്രസിൽ 9 MLA മാർ കൂറുമാറിയതായിട്ടാണ് സൂചന. ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ആന്റണി, ദിവസങ്ങളായി തുടരുന്ന അഭ്യൂഹങ്ങൾ, ഊഹാപോഹങ്ങൾ, ഒടുവിൽ ബീഹാർ നാടകം ക്ലൈമാക്സിൽ എത്തി നിൽക്കുകയാണ്. വൈകിട്ട് NDAയുടെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. എന്തൊക്കെ നാടകങ്ങളാണ് അണിയറയിൽ നടന്നത്? ഇനി എന്തൊക്കെയാണ് കാണാനിരിക്കുന്നത്? തീർച്ചയായിട്ടും ലിബീഷ്, ഈ കഴിഞ്ഞ ദിവസമാണ് നിതീഷ് കുമാർ വീണ്ടും കൂറുമാറുന്നു, ചുവട് മാറ്റുന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. ആ വാർത്ത പുറത്തു വന്ന സമയത്ത് തന്നെ ആളുകൾ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു BJPക്കൊപ്പം ചേർന്ന് സർക്കാർ ഉണ്ടാക്കാനുള്ള നീക്കമാണ് നിതീഷ് കുമാർ നടത്തുന്നത് എന്നുള്ളത്. പക്ഷേ അത് എന്നേക്കാണ് എന്നുള്ള കാര്യത്തിലടക്കമാണ് ഒരു വ്യക്തത കുറവ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം JDUവിന്റെ പാളയത്തിലടക്കം നിർണായകമായ യോഗങ്ങളൊക്കെ നടന്നിരുന്നു. ഇന്നലെ പാർലമെന്ററി പാർട്ടി യോഗമടക്കം നടന്നിരുന്നു. ഇന്നിപ്പോൾ രാവിലെ നിതീഷ് കുമാറിന്റെ വസതിയിൽ എല്ലാ MLA മാരും എത്തിച്ചേർന്നു. ഉച്ചയോടുകൂടിയാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നുള്ള രാജി ഈ RJD JDU കോൺഗ്രസ് സഖ്യ സർക്കാരിലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നുള്ള രാജി ഗവർണർക്ക് നൽകുന്നത്. അതിന് പിന്നാലെ BJPയുമായി ചേർന്നുള്ള സർക്കാർ രൂപീകരണത്തിനുള്ള നീക്കങ്ങൾ തുടങ്ങി. ഏതായാലും ആ നാടകം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ബീഹാറിൽ JDU BJP സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ അധികാരത്തിലേക്ക് വരികയാണ്. 5ാം തവണയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ഒരു കൂറുമാറ്റം ഉണ്ടാകുന്നത്. നേരത്തെ തുടക്കത്തിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മഹാഗഡ്ബന്ധൻ രൂപീകരിച്ച് RJDയുമായി അധികാരത്തിലെത്തി. പിന്നീട് BJP പാളയത്തിലേക്ക് പോയി. അവിടെ നിന്ന് വീണ്ടും RJDയുമായി ലാലു പ്രസാദ് യാദവുമായി ചേർന്ന് വീണ്ടും സർക്കാർ ഉണ്ടാക്കി. അതിനുശേഷം വീണ്ടും ഇപ്പോൾ തിരിച്ച് BJPക്കൊപ്പം തന്നെ ചേരുന്നു എന്നുള്ളതാണ്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ്. മെയ്യിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത. ഒരുപക്ഷെ അതിന് നേരത്തെയും ഉണ്ടാകാനുള്ള സാധ്യതകളും ഒക്കെ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് നിതീഷിന്റെ കൂറുമാറ്റം. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച് നിതീഷ് കുമാറിന്റെ ഒരു അഭാവം അത് തിരിച്ചടി ആകാനുള്ള സാധ്യതകളടക്കം അവർ നേരത്തെ തന്നെ കണ്ടിരുന്നു. പ്രത്യേകിച്ച് ഈ ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒരുപക്ഷെ BJPക്ക് തിരിച്ചടിയാകാമെന്നുള്ള വിലയിരുത്തലൊക്കെ പാർട്ടിക്ക് ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഇത്തരത്തിൽ നിതീഷിനെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ BJP നേരത്തെ തന്നെ തുടങ്ങി വെച്ചിരുന്നു. അതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരത്തിലൊരു കൂറുമാറ്റം നിതീഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ അടക്കമുള്ളവർ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അല്പ സമയത്തിന് മുൻപ് ഡൽഹിയിൽ നിന്ന് JP നദ്ദ ബീഹാറിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. 5 മണിക്ക് സത്യപ്രതിജ്ഞ. അതിൽ 9 പേർ നിതീഷിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിലെ മന്ത്രിസഭയിൽ RJDയുടെ സ്ഥാനത്തുള്ള മന്ത്രിമാർക്ക് പകരം BJPയുടെ മന്ത്രിമാർ വരും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു അനിശ്ചിതത്വം നീങ്ങുന്നു. അതേസമയം കോൺഗ്രസ് ക്യാമ്പിലും ആശങ്ക ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ബീഹാറിൽ മറ്റൊരു വാർത്ത. 9 MLA മാരെ ഇപ്പോഴും ബന്ധപ്പെടാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. ഇവർ BJP ക്യാമ്പിലേക്ക് കൂറുമാറിയോ എന്നുള്ള സംശയമടക്കം ഉയരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആ MLA മാരെ കണ്ടെത്താനുള്ള ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിനും വലിയ തിരിച്ചടി അവിടെ നേരിടുന്ന സാഹചര്യത്തിൽ തന്നെ പോകുന്നു. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇന്ത്യ മുന്നണി രൂപീകരിച്ച് BJPക്കെതിരെ പോരാടാൻ മുന്നിട്ടിറങ്ങിയത് നിതീഷ് കുമാറാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ നേരിട്ട് പോയി മുഖ്യമന്ത്രിമാരെയും നേതാക്കളെയും ഒക്കെ കണ്ട് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുന്നത്, അതിന് മുന്നിൽ നിൽക്കുന്നത് നിതീഷ് കുമാറാണ്. ആ നിതീഷ് കുമാർ തന്നെ ഇപ്പോൾ BJPക്ക് ഒപ്പം പോകുന്ന സാഹചര്യമാണ്. ഏതായാലും ഇന്ത്യ മുന്നണി നേതാക്കൾ, കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കം ഈ രാജി പ്രതീക്ഷിച്ചത് എന്നുള്ള പ്രതികരണമാണ് നടത്തുന്നത്. ഇന്ത്യ മുന്നണിയെ ഈ നിതീഷ് കുമാറിന്റെ ഈ കൂറുമാറ്റം വലിയ രീതിയിൽ അമ്പരപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് പുറത്ത് നിലവിൽ കാണിക്കാത്ത ഒരു സാഹചര്യവും കൂടി ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ട്. ലിബീഷ്. ശരി ആന്റണി, അധികാരം വിട്ടൊരു രാഷ്ട്രീയം തനിക്കില്ലെന്ന് തെളിയിച്ചുകൊണ്ട് നിതീഷ് കുമാർ വീണ്ടും NDA പാളയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹം വൈകിട്ട് 5 മണിക്ക് വീണ്ടും ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വിവരങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ആന്റണി പങ്കുവച്ചത്.